കിളിമാനൂർ വാഹനാപകട കേസിൽ 3 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. കിളിമാനൂർ SHO ഡി ജയൻ, SI മാരായ അരുൺ, ഷജീം എന്നിവർക്കാണ് സസ്പെൻഷൻ. കേസ് കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച വരുത്തി, സംഭവ ദിവസം കേസെടുത്തില്ല എന്നീ കാരണങ്ങളിലാണ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. ജനുവരി 3-ാം തീയതിയായിരുന്നു അപകടം. ദമ്പതികൾ സഞ്ചരിച്ച ഇരുചക്രവാഹനം അമിത വേഗത്തിലെത്തിയ ഥാർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, കിളിമാനൂർ വാഹനാപകട കേസ് അത് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയിരുന്നു. എന്തായാലും 3 പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ സസ്പെൻഷൻ ലഭിച്ചു. കിളിമാനൂർ SHO ഡി ജയൻ, SI മാരായ അരുൺ, ഷജീം എന്നിവർക്കാണ് സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നത്. കേസ് കൈകാര്യം ചെയ്യുന്നതിൽ ഇവരുടെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായി എന്നാണ് കണ്ടെത്തൽ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നത്. സംഭവ ദിവസം ഇവർ കേസെടുത്തില്ല. ജനുവരി 3-ാം തീയതിയാണ് ഈ അപകടം സംഭവിച്ചത്. ദമ്പതികൾ സഞ്ചരിച്ച ഇരുചക്രവാഹനം അമിത വേഗത്തിൽ എത്തിയ ജീപ്പ് ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. പ്രശാന്ത് ശങ്കരമംഗലത്ത് മറ്റു വിശദാംശങ്ങൾ. കിളിമാനൂരെ വാഹനാപകടത്തിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. 3 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ ലഭിച്ചിരിക്കുകയാണ്. കിളിമാനൂർ SHO അടക്കമുള്ള SHOയും SIയും അടക്കമുള്ള 3 പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് ഇപ്പോൾ സസ്പെൻഷൻ ഉണ്ടായിരിക്കുന്നത്. അതായത് കിളിമാനൂരില് കഴിഞ്ഞ ജനുവരി 3-ാം തീയതിയാണ് അപകടം ഉണ്ടാകുന്നത്. അതിവേഗത്തിലെത്തിയ ഒരു വാഹനം ദമ്പതികൾ സഞ്ചരിച്ച ഇരുചക്ര വാഹനത്തെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. തുടർന്ന് ഈ ദമ്പതികൾ ഗുരുതരാവസ്ഥയിലായിരിക്കുകയും കഴിഞ്ഞ 7-ാം തീയതി ഭാര്യയും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഭർത്താവും മരണപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ ആരോപണമായി പറയുന്നത് വാഹനം ഓടിച്ച ഇടിച്ചു തെറിപ്പിച്ച ഥാർ വാഹനത്തിലുണ്ടായിരുന്ന സർക്കാർ ഉദ്യോഗസ്ഥരാണ്. അവരുടെ ഐഡന്റിറ്റി കാർഡ് അടക്കം കണ്ടെത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ പ്രതികളെയല്ല പോലീസ് അറസ്റ്റ് ചെയ്തതെന്നോ പ്രതികളെയല്ല പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന FIR ഉൾപ്പെടുത്തിയതെന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു ബന്ധുക്കൾ പറഞ്ഞിരുന്നത്. ഇങ്ങനെ തുടർന്ന് ഈ മരണപ്പെട്ട രജിത്തിന്റെ മൃതദേഹവുമായി കഴിഞ്ഞ ദിവസം ഇന്നലെ ബന്ധുക്കളുടെ ഒരു പ്രതിഷേധം എല്ലാം ഉണ്ടായിരുന്നു. അതായത് ഈ കിളിമാനൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഒരു പ്രതിഷേധം നടത്തിവെക്കുക ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നടപടി എന്ന നിലയിൽ ഉണ്ടായിരിക്കുന്നത്. ഈ 3 പോലീസ് ഉദ്യോഗസ്ഥരും അവരുടെ കൃത്യവിലോപം കാണിച്ചെന്നാണ്. കൃത്യസമയത്ത് ഈ നടപടി എടുക്കാൻ കഴിഞ്ഞില്ല. അതോടൊപ്പം തന്നെ FIR രജിസ്റ്റർ ചെയ്യുന്ന കേസ് രജിസ്റ്റർ ചെയ്തതിലടക്കം കാലതാമസം ഉണ്ടാക്കിയെന്നതടക്കമുള്ള കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ 3 പോലീസ് ഉദ്യോഗസ്ഥർക്കും സസ്പെൻഷൻ ഉണ്ടായിരിക്കുന്നത്. കിളിമാനൂർ SHO അടക്കമുള്ള 3 പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് ഇപ്പോൾ സസ്പെൻഷൻ ഉണ്ടായിരിക്കുന്നത്. കിളിമാനൂർ വാഹന അപകട കേസിൽ 3 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. കിളിമാനൂർ SHO ഡി ജയൻ, SI മാരായ അരുൺ, ഷജീം എന്നിവർക്കാണ് സസ്പെൻഷൻ. കേസ് കൈകാര്യം ചെയ്യുന്നതിൽ ഇവർ വീഴ്ചകൾ വരുത്തി എന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷൻ.